നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ട്രീറ്റ്മെന്റിലൂടെയുള്ള ഗർഭധാരണമാണെന്നും അതിന്റെ കാരണങ്ങളും പറഞ്ഞു ആന്റി. ഭാഗ്യത്തിന് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടി വന്നില്ല. അതെന്തായാലും നന്നായി. ഇനി അങ്ങോട്ട് നല്ല ശ്രദ്ധ വേണം കേട്ടോ മോളെ. ശരി ആന്റി. മോള് വാ. മോളിരിക്കെ, ആന്റി പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. ആന്റി, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ആ ശരി മോളെ. ഭാവനെ, നീ എന്തിനാ ഇതെടുത്ത് കുടിച്ചത്? ഇത് മാനസയ്ക്ക് കൊണ്ടുവച്ചല്ലേ? അയ്യോ ആന്റി, ഞാൻ പെട്ടെന്ന് ദാഹിച്ചപ്പോ വെള്ളം നോക്കിയപ്പോ കണ്ടില്ല, അങ്ങനെ ഞാനെടുത്ത് കുടിച്ചതാ. ആഹാ, വെള്ളം കണ്ടില്ലെന്ന് കരുതി വേറെ ആർക്കെങ്കിലും വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കോ? അതിനെന്താ ആന്റി, ഞാനവർക്ക് വേറെ ജ്യൂസ് റെഡിയാക്കി കൊടുക്കാം. ഭാവനെ, എനിക്കിപ്പോ വേണ്ട. ഞാനൊന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു. ഞാനേ ഇപ്പൊ ഒന്നും കഴിച്ച ശരിയാവില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ല ആന്റി, യാത്ര ചെയ്തോണ്ടായിരിക്കും. ശരീരം ഒന്ന് ഇളകിയിട്ടുണ്ടാവും. എന്താ, നല്ല സ്പീഡിലാണോ സൂര്യ വണ്ടി ഓടിച്ചേ? ഇല്ല ആന്റി, നോർമൽ സ്പീഡിലായിരുന്നു. ഞാനും കൂടി വന്നാ മതിയായിരുന്നു. മോള് വാ, അല്പനേരം വന്ന് കിടക്കാം. വാ പതുക്കെ. ഇതെന്തിനാ ബാക്കി വെച്ചിരിക്കുന്നെ? ഇതും കൂടി എടുത്ത് കുടിക്കേ. ആന്റി, എന്താ ആന്റി, ആന്റിക്ക് പതിവില്ലാത്തൊരു മാറ്റം? ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയും. എന്റെ മനസ്സിലൊന്നുമില്ല. പിന്നെന്താ, ഞാൻ ജ്യൂസ് എടുത്ത് കുടിച്ചതിന് ആന്റി അങ്ങനെയൊക്കെ സംസാരിച്ചേ? അത് പിന്നെ ഒരാൾക്ക് കൊണ്ടുവച്ച ജ്യൂസ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ലല്ലോ ആന്റി, പിന്നെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഭാവനെ, എനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും ആവില്ല. ഇനി മുതൽ മാനസിയെ നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. പറ്റുമെങ്കിൽ നിനക്കും അവളൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ലല്ലോ ആന്റി, പിന്നെന്താ? ആന്റി, എനിക്ക് ആരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല. ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം, അല്ലാതെ മനസ്സ് വെച്ച് എന്നോട് പെരുമാറരുത്. ആന്റിയുടെ ഭാവം കണ്ടപ്പോ എനിക്കെന്തോ മറ്റു പലതും തോന്നിപ്പോന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എന്താടാ
നീ ഒന്നും മിണ്ടാതെ കയറി പോകുന്നത് എന്തു പറ്റി? എന്ത് പറ്റാൻ? അമ്മ കാരണം ഞാനിപ്പോ എന്റെ വ്യക്തിത്വം തന്നെ പണയം വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നത് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്കറിയോ? എന്ത് നടന്നു? മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഭാവനയ്ക്ക് എന്റെ പേര് എഴുതേണ്ടി വന്നു. അമ്മയും മാനസയും കൂടി ചെയ്തു വെച്ചതിന്റെ ദോഷഫലങ്ങള് ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന ഞാനാ. എന്താടാ, ഞാൻ നിന്നോട് പറഞ്ഞു മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്റെ പേരെഴുതാൻ? എന്റെ പേരിന്റെ സ്ഥാനത്ത് മറ്റാരുടെയെങ്കിലും പേര് എഴുതിയാ പിന്നെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങാനും അവകാശപ്പെടാനും പറ്റില്ലല്ലോ. അത് സത്യമല്ലേ? അല്ലെങ്കിൽ തന്നെ നിന്റെ കുഞ്ഞാണെന്നുള്ളതിന് എന്താ തെളിവ്? അമ്മേ, വല്ലാത്തൊരു ചതിയില അമ്മ ഇപ്പൊ ഞങ്ങളെ പെടുത്തിയിരിക്കുന്നത്. ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ എവിടെ പോയി അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല അമ്മേ. നിന്റെ പേര് എഴുതുന്നതിന് മുൻപ് ഭാവന എതിർപ്പ് എന്തെങ്കിലും പറഞ്ഞോ? അവിടെയാണ് അമ്മയ്ക്ക് തെറ്റുപറ്റിയത്. അവൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ പേര് ആ സ്ഥാനത്ത് അവൾ എഴുതില്ലായിരുന്നമ്മേ. അപ്പൊ പിന്നെ നിനക്ക് എന്തിനാടാ ടെൻഷൻ? സാധാരണ ഭാവന വേണം ഇങ്ങനെ ടെൻഷൻ കാണിക്കാൻ. അവക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? അമ്മേ, ഭാവനയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവള് കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാവും ഇതിനൊക്കെ കൂട്ടിവെക്കുന്നത്. എടാ മോനെ, അവളുടെ കുറവ് അവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അവൾ ഒന്നും മിണ്ടാതെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. പിന്നെ ഈ രീതിയിലുള്ളൊരു കുഞ്ഞിനെ അങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ല. ഇതുപോലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. മാനസ് നിനക്ക് അന്യൊന്നും അല്ലല്ലോ, നിന്റെ മുറപ്പെണ്ണല്ലേ? അവളായതുകൊണ്ടാ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനൊരു വലിയ ത്യാഗം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നീയും സഹിച്ചേ പറ്റൂ. അമ്മയ്ക്ക് ഇപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഒന്നാമതേ അമ്മയുടെ ഏട്ടനും ഏട്ടത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരിനി എന്ത് കുരുക്കം കൊണ്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ഏട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞു വന്നാലും മാനസ നമ്മളെ ചതിക്കില്ല. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ ഏതവസ്ഥയും നമ്മൾ തരണം ചെയ്തേ പറ്റൂ. അമ്മയ്ക്ക് ഇങ്ങനെ നിസാരമായിട്ട് എല്ലാം പറഞ്ഞാൽ മതിയല്ലോ. ഈ സംഭവം വല്ലതും പുറത്തറിഞ്ഞാലുണ്ടല്ലോ, അതോടെ തീർന്നു എന്റെ ജീവിതവും ഈ കുടുംബത്തിന്റെ നിലയും വിലയും എല്ലാം. നിനക്ക് എന്താടാ ഈ നിലയും വിലയും ഒക്കെ വന്നത്? ആരാ നിനക്ക് ഈ നിലയും വിലയും ഒക്കെ ഉണ്ടാക്കി തന്നത്? അത് ശരി, അപ്പൊ എനിക്ക് നിലയും വിലയൊക്കെ ഉണ്ടാക്കി തന്നത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? അമ്മേ, ഒരു പ്രശ്നം വലിയ വിഷയമായി തീരാൻ അധികം സമയമൊന്നും വേണ്ട. അതൊക്കെ അമ്മ മനസ്സിലാക്കിയാ കൊള്ളാം. നീ എന്താടാ എന്നെ പേടിപ്പിക്കുകയാണോ? അമ്മയെ പേടിപ്പിച്ചതൊന്നുമല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒന്നാമതേ അമ്മ വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ പിന്നെ ഇതൊരു പ്രശ്നമായ അമ്മയ്ക്കത് താങ്ങാനാവില്ല. സ്വാമിജി പോലും പറഞ്ഞത് എന്താ? അമ്മയ്ക്ക് അധികം ടെൻഷൻ കൊടുക്കരുതെന്നല്ലേ? എന്റെ കാര്യം നീ വിട്ടേക്ക്. എനിക്കിവിടെ ഒരു വിഷമവുമില്ല. ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശി വേണം. അതിനുവേണ്ടി എന്തൊക്കെ സഹിക്കാനും തരണം ചെയ്യാനും ഞാൻ തയ്യാറാ.